സോ യെസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് തന്നെയാണ് കണ്ടൻറ്റ്. ഇന്നലത്തെ എപ്പിസോഡിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കണ്ടൻറ്റ് ഒന്നുമില്ല. കാരണം അതിലെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ലവ് ട്രാക്ക് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിലെ ഈ എഡിറ്റേഴ്സും ഈ കണ്ടൻറ്റ് ഉണ്ടാക്കി വിടുന്നവരൊക്കെ ഇപ്പം ആലോചിക്കുന്നുണ്ടായിരിക്കും, ഇവൻ ഇത്രയും നാൾ ഈ ലവ് ട്രാക്ക് പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു. അവസാനം 9 ദിവസം, ആ അവസാനം 9 ദിവസത്തിലാണ് അനീഷിന് ലവ് ട്രാക്ക് പിടിക്കാൻ തുടങ്ങിയത്. എന്തുമാത്രം കണ്ടൻറ് ഓടേണ്ടതാണെന്നാ അവസാനം ഈ 9 ദിവസത്തിൽ ഒതുങ്ങിപ്പോയി. ശരിക്കും പറഞ്ഞാൽ അവർക്കാണ് നഷ്ടം, ബിഗ് ബോസിലുള്ളവർക്ക്. അത്രമാത്രം വ്യൂസ് കയറിയതിന് അത് ഉറപ്പായിരുന്നു. കാരണം അനുമോള് അത്യാവശ്യം അത്ര നല്ല ഫെയിമിൽ നിൽക്കുന്ന അനുമോള് അനീഷിനെ പോലെ ഒരാൾ പ്രേമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മ കണ്ടന്റ് അടിച്ചു വിടായിരുന്നു. അത്രമാത്രം കണ്ടന്റ് കിട്ടിയതിന്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, അനീഷാണ് ടിപ്പിക്കലായിട്ട് പോയിരുന്ന് സംസാരിക്കുന്നു, റിജക്റ്റ് ചെയ്യുന്നു, എണീറ്റ് പോകുന്നു. ഇത്രയേ ഉള്ളൂ കണ്ടന്റ് അതിൻ്റെ അകത്ത്. അനുമോള് എന്നിട്ട് എനിക്ക് മനസ്സിലാവാത്തത്, അവിടെ അനുമോള് ഓക്കെ പ്രപ്പോസ് ചെയ്തു, ഓക്കെ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ചിലപ്പോൾ അടുത്തിങ്ങനെ അടുത്ത കൂടുതലായിട്ട് ഇങ്ങനെ അടുത്ത് പെരുമാറിയപ്പോൾ ചിലപ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നിക്കാണും. ഒരു ജെനുവിൻ മാൻ, സ്വാഭാവികം, അങ്ങനെ തോന്നിപ്പോയി കാണും. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അനുമോൾ അവിടെ വ്യക്തമാക്കി, എനിക്ക് ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളുണ്ട്, ലോണുണ്ട്, 2 വർഷത്തിനകത്ത് കുറച്ചുകൂടെ സെറ്റിൽഡ് ആവണം, കല്യാണം അച്ഛനും അമ്മയ്ക്കും കാണണമെന്ന് താല്പര്യമുണ്ട്, അത് വലിയൊരു ആഗ്രഹമാണ്. ഇതെല്ലാം പറഞ്ഞു അവിടെ തീർന്ന കാര്യമാണ്, തീർന്നു. പിന്നെ എന്തിനാണ് ഈ അനീഷിൻ്റെ പിറകെ ഇങ്ങനെ നടക്കുന്നത്? അതിൻ്റെ കാര്യം എന്തോന്നാണ്? അനീഷ് ശരിയാണ്, ദേഷ്യം വന്നു, പിണങ്ങിയിരിക്കുന്നു, ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. അനുമോൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെയും താല്പര്യമുള്ള രീതിയിൽ പോയി ഇരിക്കുന്നു, സംസാരിക്കുന്നു. അതിൻ്റെ ആവശ്യം എന്തുവാണ്? അവിടെ കഴിഞ്ഞു. അവിടെ അനുമോളും വ്യക്തമാക്കി, അനീഷ് എണീറ്റ് പോയി. ഓക്കെ, അത് അനീഷിന് സംസാരിക്കാതിരിക്കാൻ അതൊക്കെ അനീഷിൻ്റെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ അനുമോളുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ അനുമോൾക്ക് അവിടെ നിന്ന് എണീറ്റ് പോകാൻ, ദേഷ്യപ്പെട്ടു പോകാൻ, അതും അനുമോളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ സീരിയസ്ലി പ്രപ്പോസ് ചെയ്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞ ഒരാളുടെ പിറകെ നടക്കേണ്ട കാര്യം എന്തുവാണ്? അതിൻ്റെ ആവശ്യം എന്തുവാണ്? പോയി ഇരിക്കുന്നു, അനീഷേട്ട വാ സംസാരിക്കണം, അതാണ് ഇങ്ങനെയാണ്. അതായത് ഒരുതരം ഇഷ്ടമുള്ള പോലെയാണ് ശരിക്കും പറഞ്ഞാൽ അനുമോള് പെരുമാറുന്നത് അനീഷിൻ്റെ അടുത്ത്. അതിൻ്റെ ആവശ്യം എന്തോന്നാണ്? അനുമോള് തന്നെ പറയുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ കുറച്ചുകൂടി നെർവസ് ആവും, ആരുടെടുത്തെങ്കിലും എനിക്കിത് സംസാരിക്കണം എന്നും പറഞ്ഞാൽ ആദ്യം സംസാരിക്കുന്നത്. ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നെർവസ് ആവുമെങ്കിൽ പിന്നെ എന്തിനാണ് പിന്നെയും പോയി തലവെച്ച് കൊടുക്കുന്നത്? അതിൽ നിന്ന് മാറി നടക്കുക. നിങ്ങളുടെ സ്റ്റാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്, താല്പര്യമില്ല, പിന്നെ അതിന് പിറകെ പോവേണ്ട ഒരു കാര്യമില്ല. ഇത് അവിടെ അടുത്ത് പോയിരിക്കുന്നു, സംസാരിക്കണമെന്ന് പറയുന്നു, പിറകെ നടക്കുന്നു, ഹാമോക്കിൽ പോയിരിക്കുന്നു. അതിൻ്റെ ഒരു കാര്യവുമില്ല, ശരിക്കും ഒരു കാര്യമില്ല. എനിക്കങ്ങനെ ഫീൽ ചെയ്തു. കാരണം ഇങ്ങനെ പിറകെ നടക്കുന്നത് പോലെ ഫീൽ ചെയ്തു, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കണ്ടന്റ് പറയാനായിട്ട് ഇന്നലെ ഇത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് അത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ എന്തുമാത്രം ഓടേണ്ട കണ്ടന്റുകളുണ്ടായിരുന്നെന്നോ. പ്രൊമോ ഒക്കെ വരുന്നത് കാണണമായിരുന്നു. എന്തായാലും ഇന്നത്തെ പ്രൊമോ വന്നിട്ടുണ്ട്. ലാലേട്ടൻ എടുത്ത് ഊക്കി വിടുന്നുണ്ട് അനീഷിനെ നല്ല രീതിക്ക് കിട്ടുന്നുണ്ട് കൊട്ടുകൾ. അതുപോലെ തന്നെ അനുമോക്കും കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു വൈബ് എപ്പിസോഡാണെന്ന് തോന്നുന്നു ഇന്നത്തേത്. എന്തായാലും വെയിറ്റിംഗ് ആണ്, കൊള്ളാമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇപ്രാവശ്യമെങ്കിലും എല്ലാവരെയും റോസ്റ്റൊന്നും ചെയ്യാതെ ലാലേട്ടൻ വിടുമെന്ന് തോന്നുന്നു. കാരണം എല്ലാ എപ്പിസോഡിലും കിട്ടുന്നുണ്ട്, എങ്കിലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ കിട്ടുന്നില്ല, എങ്കിലും എല്ലാ എപ്പിസോഡിലും കിട്ടുന്നുണ്ടല്ലോ. അതായത് വഴക്ക്, പണിഷ്മെൻറ്റ്, അങ്ങനത്തെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്രാവശ്യം ഫണ്ണി ആയിട്ടാണ് റോസ്റ്റ് ചെയ്ത് പോകുന്നതെന്ന് തോന്നുന്നു. അറിയാലോ, പ്രൊമോ വിശ്വസിക്കാൻ പറ്റില്ല. പ്രൊമോ ഈസ് നോട്ട് എ പ്രോമിസ്. അറിയാലോ, പ്രൊമോയിൽ കാണുന്നതൊന്നും എപ്പിസോഡിൽ കാണത്തില്ല. അതായത് അവർ എഡിറ്റ് ചെയ്ത് പൊലിപ്പിച്ച് അങ്ങനെ അടിക്കുന്നു, ഇങ്ങനെ അടിക്കുന്നു, ചവിട്ടുന്ന രീതിയിലൊക്കെ സ്ലോ മോഷനും BGM ഒക്കെ കയറ്റി വിടും വ്യൂവർഷിപ്പ്. അപ്പോൾ അത് വിശ്വസിച്ച് കാണാൻ നിൽക്കരുത്. എപ്പിസോഡ് കാണുമ്പോൾ അറിയാം അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. അതുപോലെ തന്നെ സാബുമാൻ എവിക്റ്റ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു ഐഡിയ ഇല്ല. എവിക്റ്റായി എന്നും പറയുന്നുണ്ട്, ഇല്ലെന്നും പറയുന്നുണ്ട്. കൂടുതൽ റിപ്പോർട്ട്സ് വരുന്നത് എവിക്റ്റായി എന്ന് തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്രയും പേര് നിൽക്കുന്നതിൽ സാബുമാൻ ഒട്ടും ഡിസേർവിങ് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു നിലപാട് വ്യക്തമാക്കുന്നില്ല പുള്ളിക്കാരൻ. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഈവൻ സാബുമാൻ്റെ ഒരു വിഷയം പോലും സാബുമാൻ നേരെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മേ ബി പുള്ളിക്കാരൻ അതിൻ്റെ അത് പറയുന്നുണ്ട്, എനിക്ക് ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ട്, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ ഞാൻ അങ്ങ് സ്റ്റോപ്പായി പോകും. പക്ഷേ എപ്പോഴും അങ്ങനെ അത് പറഞ്ഞ് രക്ഷപ്പെടാനുള്ളൊരു റീസണായിട്ടും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പറയേണ്ട കാര്യങ്ങൾ ചില സമയത്തൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഫുഡിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം ഒന്ന് എനർജറ്റിക് ആയിട്ട് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സാബുമാൻ. പക്ഷേ പല കാര്യങ്ങളിലും പുള്ളിക്കാരൻ ഭയങ്കര വീക്കാണ്. സോ സാബുമാൻ ഒട്ടും ഡിസേർവിങ് അല്ലെന്ന് തന്നെയാണ് എനിക്ക് ആദ്യം മുതലേ തോന്നിയത്. അതുകൊണ്ട് എവിക്റ്റായി പോയെങ്കിൽ നല്ല കാര്യം. അൺഫെയർ എവിക്ഷനൊന്നുമല്ല, ഫെയർ എവിക്ഷൻ ആയിരിക്കും. അതിൻ്റെ അകത്ത് നിൽക്കുന്ന ആൾക്കാരെ വെച്ച് ഞാൻ ഒരിക്കലും പറയുന്നില്ല അതിൻ്റെ അകത്ത് നിൽക്കുന്ന എല്ലാവരും അടിപൊളിയാണെന്ന്. പക്ഷേ
അതിനകത്ത് നിൽക്കുന്ന ആൾക്കാരെ വെച്ച് നോക്കുവാണെങ്കിൽ സാബുമാനാണ് ഡിസൈവിങ് അല്ലാത്തത്. സോ സാബുമാൻ ഔട്ടായാലൊരു പ്രശ്നവും എനിക്ക് തോന്നുന്നില്ല. കാരണം ആര്യനെക്കാളും എന്തുകൊണ്ടും ഫെയറാണ് ഇപ്പോഴത്തെ വിഷയം. ആര്യൻ്റെ വിഷയം അറിയാമല്ലോ, അത്യാവശ്യം നല്ലപോലെ ഗെയിം കളിച്ച് ടിക്കറ്റ് ഫിനാലിൽ വരെ സെക്കൻഡ് പ്ലേസ് നേടിയ ഒരാളാണ് എവിക്റ്റായി പോയത്. അപ്പോൾ അതിൻ്റെ അത്ര എന്തായാലും ഇല്ലല്ലോ. സോ ഞാൻ പറഞ്ഞല്ലോ, ആര്യൻ്റെ വലിയ കട്ട ഫാനൊന്നുമല്ല. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ ഒരിക്കലും ഒരു ആര്യൻ ഫാൻ ബോയ് അങ്ങനെയൊന്നും അല്ല. ആര്യന് ഒട്ടും ഇഷ്ടമല്ലാത്ത, അല്ലെങ്കിൽ ഒട്ടും താല്പര്യം, ഒരു ഗെയിമർ എന്ന രീതിയിൽ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. പുള്ളിക്കാരൻ്റെ ഗെയിമൊക്കെ ഓക്കെയാണ്, പക്ഷേ എനിക്ക് പുള്ളിക്കാരൻ്റെ സ്വഭാവം, ഈ അക്സെപ്റ്റൻസ്, അതായത് ഒരു തെറ്റ് കണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആവശ്യമില്ലാതെ അങ്ങോട്ട് പോയി പ്രശ്നം ഉണ്ടാക്കുക, അങ്ങനെ കുറേ ആവശ്യമില്ലാതെ മീൻസ് ഒരു കാര്യമില്ലാത്ത പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവരുമായിരുന്നു ഇടയ്ക്ക്. പിന്നെ ഇടയ്ക്ക് വെച്ച് ഗിസേലിൻ്റെ നിഴലായിട്ട് നടന്നതും അതൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തതായിരുന്നു. പക്ഷേ എവിക്റ്റായി പോയി. പക്ഷേ അത് അൺഫെയർ തന്നെയാണ്. ഇപ്പോഴും ഞാൻ പറയും അത് അൺഫെയർ തന്നെയാണ്. കാരണം നല്ലപോലെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് സാബുമാൻ. കമ്മിങ് ബാക്ക് ടു സാബുമാൻ. യെസ്, അങ്ങനെ സാബുമാൻ എവിക്റ്റായി എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എവിക്റ്റായി പോയെങ്കിലും ഓക്കെ ഫൈൻ, ബാക്കിയുള്ളവർ കളിക്കട്ടെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് അങ്ങനെ കണ്ടൻറ് ഒന്നുമില്ല. കാരണം അറിയാലോ, ഒരു കണ്ടൻറ്റും ബിഗ് ബോസും തരുന്നില്ല. ആകെ ഉള്ളൊരു കണ്ടൻറ്റ് ലവ് ട്രാക്കാണ്. ലവ് ട്രാക്ക് അവസാനം ആയതുകൊണ്ട് വ്യൂവർഷിപ്പും അങ്ങനെ കയറുന്നില്ല എന്ന് തോന്നുന്നു. കാരണം അനീഷ് അമ്മിനും വില്ലിനും അടുക്കാത്ത രീതിയിൽ നടക്കുന്നുണ്ട്. കാരണം സംസാരിക്കുന്നില്ല. അതിനെപ്പറ്റി സംസാരിച്ചാലല്ലേ അവർക്ക് എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടാക്കി വിടാൻ പറ്റൂ. അനുമോൾ അങ്ങോട്ട് പോയി സംസാരിക്കുന്നുണ്ട് കണ്ടൻറ്റിന് വേണ്ടി, പക്ഷെ കിട്ടുന്നില്ല. അതുപോലെ അനുമോളുടെ എനിക്ക് മനസ്സിലാവാത്തത്, അനുമോൾ ഇത് നമ്മുടെ പുള്ളിക്കാരൻ്റെ പേര് പറഞ്ഞല്ലോ, ഷാനവാസിനോട് ഷെയർ ചെയ്തു. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ അവർ ആ സോഫയിൽ പോയിരുന്ന് സംസാരിക്കുന്നുണ്ട്. എന്നൊന്നാണ് പ്രേക്ഷകർ ഇതെങ്ങനെ എടുക്കും? ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് പ്രേക്ഷകർ എങ്ങനെ എടുക്കും? അതിൻ്റെ ആവശ്യം എന്തോന്നാണ്? അതെന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? അതിലവിടെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അനുമോൾ എന്ത് ചെയ്താലും അത് പ്രേക്ഷകർ എങ്ങനെ എടുക്കും, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും എന്ന രീതിയിലാണ് അനുമോൾ നിൽക്കുന്നത്. 100% ഉറപ്പാണ്, ആ രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത്. എടോ, പ്രേക്ഷകരല്ല തൻ്റെ ജീവിതം നോക്കുന്നത്. അത് ആദ്യം അത് മനസ്സിലാക്കി. കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടി ഇയാൾ എന്തിനും പ്രണയിക്കുമോ അനീഷിനെ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പ്രേക്ഷകർ എന്തോ വിചാരിച്ചോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, പ്രേക്ഷകർ എങ്ങനെ വിചാരിക്കും? അവർ അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ടോ, അയ്യോ നെഗറ്റീവായിരിക്കും എന്നും പറഞ്ഞു ഒരേ ബഹളം അവിടെ കിടന്ന്. ഇയാൾക്ക് ഇഷ്ടമല്ല, ഇഷ്ടമല്ലെന്ന് പറഞ്ഞു, അവിടെ തീർന്നു. പ്രേക്ഷകരല്ല ഇയാളുടെ ജീവിതം നോക്കുന്നത്. ആദ്യം അത് മനസ്സിലാക്കുക. അപ്പോൾ പ്രേക്ഷകർ വോട്ട് ചെയ്ത് പറയുകയാണ് അനീഷിനെ കെട്ടണമെന്ന് പറഞ്ഞാൽ ഇയാൾ കെട്ടും? ഇല്ലല്ലോ. അപ്പോൾ എന്തിനാണ് അങ്ങനത്തെ ഒരു സംസാരമൊക്കെ അതിൻ്റെ അകത്ത്? അയ്യോ പ്രേക്ഷകർ എങ്ങനെ വിചാരിക്കും, എനിക്ക് നെഗറ്റീവ് ആവോ, അയ്യോ. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പ്രേക്ഷകർ വോട്ട് ചെയ്ത് ഇതെന്തോന്നും മറ്റേ ലൈവ് സ്ട്രീമിങ്ങാ, ചാറ്റ് പറയുന്നത് പോലെ എല്ലാം കേൾക്കാനായിട്ട്. അതാ പറയുന്നത്, അനുമോൾക്ക് കൃത്യമായിട്ടൊരു സ്റ്റാൻഡില്ല. പല കാര്യങ്ങളും ഭയങ്കര മെച്ചൂർഡ് എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യും, അതിന് ഓപ്പോസിറ്റായിട്ട് ചെയ്യുകയും ചെയ്യും. അതാണ് അനുമോൾ അതിൻ്റെ അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നോക്കാം നമുക്ക്. കാരണം 9 ദിവസമല്ലേ ഉള്ളൂ, ഒരുപാട് കണ്ടൻറ്റൊന്നും കൊടുക്കാൻ കാണൂല. ഇത് കുറച്ച് മുമ്പായിരുന്നെങ്കിൽ അനുമോൾ ഇതിൽ പിടിച്ച് നിന്നനെ ചിലപ്പോൾ കണ്ടൻറ്റ് കൊടുക്കാവുന്ന രീതിയിൽ. കാരണം ബിഗ് ബോസിന് വേണ്ടിയാണല്ലോ അനുമോൾ ഇതിൻ്റെ അത് നിൽക്കുന്നത്. അന്ന് പറഞ്ഞതാണ്, വേറെ ആർക്കും വേണ്ടിയില്ല, ബിഗ് ബോസിന് വേണ്ടിയാണ് ഞാൻ ഇതിൻ്റെ അത് നിൽക്കുന്നത്. അയ്യോ. സോ വാട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാൻ സമയം കിട്ടുവാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. സോ ബൈ.